Assalamu alaikum. Welcome back to my channel. I'm very you're right. Today's vlog ഞാൻ ഭയങ്കര excited ആണ് because what's the special? എന്റെ ബർത്ത്ഡേക്ക് ക്ലോത്ത് വാങ്ങിക്കാൻ It's shopping vlog. ബർത്ത്ഡേ തന്നെയാണ് 9 വയസ്സ് തികയുടെ ബർത്ത്ഡേ തന്നെയാണ്. അപ്പൊ അതിന് നമുക്കൊരു Big brother. ഷോപ്പ് ചെയ്യാനുണ്ട്. സൈക്കിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട് അല്ലെ, വേണ്ട ഡ്രസ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അപ്പൊ സുനുമോളില്ല, ഷീസ് 10th, വെരി ബിസി. അപ്പൊ എപ്പോഴും ക്ലാസ് ഒക്കെ ഉണ്ടാവും. സോ ക്ലാസ് ഒന്നും മിസ് ചെയ്യിപ്പിക്കാറില്ല. ഷീസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ സൈക്കിയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് വി ആർ ഗോയിങ് ടു ഷോപ്പ്. ഫസ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് ഫുഡ് അടിക്കാൻ പോണേ? വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര നല്ലൊരു ഊണ് കഴിക്കണം. I love it. Already കഴിച്ചു ഇവൻ പറഞ്ഞ സ്കൂളിൽ തന്നെ കഴിച്ചിട്ടുള്ള That's like a 5-star hotel menu. അല്ലേ? അപ്പൊ നമുക്ക് അധികം ചൂട് കൊള്ളണ്ട. Let's get into the car and talk more. Okay? Come on, are you ready, Baba? So I'll show my dress, okay? So guys, my costume നിങ്ങൾ ഇത് നമ്മുടെ ട്രിപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഫുള്ളി സ്റ്റോക്ക് ഔട്ട് ആയിട്ട് നമ്മളിപ്പോ റീ ഓർഡർ ചെയ്താണ്. ബിക്കോസ് ഇങ്ങനത്തെ ഒരു പാൻസിന് ാണ് ഇത് ബേബിയുടെ സെലക്ഷൻ ആണ് ഫ്രോം ഇത് മാത്രമല്ല ഇതേപോലെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല പൂക്കി എന്ന് തന്നെ പറയാൻ പറ്റും. പൂക്കി ഫാൻസുകളൊക്കെ നമ്മുടെ ഫിക്ഷയിൽ അവൈലബിൾ ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഫ്രം ചൈന ആണ്. ചൈന നമ്മൾ കൊണ്ടുവന്നതാണ്. ഒരുപാട് കളക്ഷൻ നമ്മൾ വിറ്റ് കഴിഞ്ഞ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേണ്ടവര് ഫിറ്റ്ഷെക്കിന്റെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക. ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് കാണാം. പിന്നെ അടുത്ത് തന്നെ, അതായത് ഒരു 2-3 വീക്സിനുള്ളിൽ തന്നെ ഞാൻ ചൈനയിലേക്ക് എത്തും. ഞാനിപ്പോ മിക്കവാറും ഈ ആഴ്ച തന്നെ ഞാൻ ദുബായിലേക്ക് പോകും. ദുബായിൽ ഒരു 2-3 ആഴ്ച ഉണ്ടാവും. അതിനുശേഷം അവിടെ നിന്ന് ചൈനയിലേക്ക് പോകും. ചൈനയിൽ എത്തിയ ഉടൻ തന്നെ വീണ്ടും നമ്മള് കിട്ടുന്ന സ്റ്റോക്കുകളൊക്കെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ, കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക. ഒരുപാട് കളക്ഷൻസ് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. If you don't know how to shop in website, please WhatsApp us 8714240249. WhatsApp ചെയ്താൽ മതി. You'll get a bunch of collections, guys. So let's go. Ebu, show your pants. മമ്മ കാണിക്കണ അതേപോലെ ഇവിടെ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. Mini version of mushroom. Okay, well, let's go. Okay, bye. Bye, guys. Mama. Bye guys. Okay, കാർ ഇറക്കട്ടെ. Bye guys. Wait for it. Bye guys. സൈഗു സൈഡ് ഒന്നു. Where are we going, Ebru? Shopping mall. Shopping mall. You love to shop? Yes. What would you like to buy today? Shopping What mall. do you want? Shopping mall. Okay, in the shopping mall, what do you want? Shopping mall. What you will buy in the shopping mall? Shopping mall. Oh my god. We are going to buy some dress to Baya. Baya's birthday is coming. Buy a birthday. Ebu birthday. Ebu's birthday is in February. February 24th. Next year. Next year. Yes. Now Baya's birthday. How you will sing Happy Birthday, Baya. Happy birthday, Baya. Okay. Ebu, look, Didi school. Didi cool. Where is our Didi? Didi cool. What's in your hand? And then What is this? and green. Huh? Make it all one Cookies? cookie. Yeah. Cookie. You love cookies? Yes. Don't eat now. Eat when you're hungry, okay? It's little hungry. Yeah. Are you happy? Yes. Why didn't you go to school today? I don't know. You don't know? Because you're not well. You're having cough. Night full of cough. Mama was sad. I didn't need them my number. I was sad when my Ebu coffee. I didn't need them my Now number. you feel good? Yes. Are you all right? Yes. Okay. Then let's go. Bye. Bye. ഫൈനലി 1.5-2 മണിക്ക് ഒരു ബ്ലോക്കിലൊക്കെ കിടന്നിട്ട് എനിക്ക് വേണ്ടി ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. താങ്ക് യു. സൈഗു പിന്നെ ഫാസ്റ്റാണ് മോഡറേറ്റർ. എപ്പോഴും പിന്നെ ആസ് യൂഷ്വൽ പപ്പടൊക്കെ അവന് പിന്നെ ഒന്നും തിന്നുണ്ട്. അവൻ ഓർഡർ ആക്കിയ ദോശ നമ്മളാണ് കഴിച്ചോണ്ടിരിക്കണം. ദോശ അടിപൊളിയാണ്.
ഓക്കെ, നോ മോർ വ്ളോഗ്സ് ഇനി. എന്താ ഡിപ്രഷൻ ആണ് ബിക്കോസ് യു ആർ ഗോയിങ് വിത്തിൻ 2-3 days. ബ്ലോക്കിന്റെ ഇടയിലൊക്കെ എത്തിക്കാൻ പറ്റും. 2 മണിക്കൂർ പാവം ബ്ലോക്കിംഗ് കിടന്നിട്ട് എന്റെ കെട്ടിയോൻ എനിക്ക് വേണ്ടി താജ്മഹൽ പണിതില്ലെങ്കിൽ എന്താ ഗൈസ്? ഊണ് വേണം. കേൾക്കുമ്പോഴും ആൾക്കാർക്ക് ഭ്രാന്തരായിട്ട് കമന്റ് ഒക്കെ പക്ഷെ മറ്റേ ഏണിയിൽ ആർഡർ പറ്റി പറഞ്ഞിട്ട് Okay, I'm gonna enjoy my meals. Bye guys. Bye guys. ഗായ്സ്, അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ഷോപ്പിംഗ് അതൊന്നും എടുക്കാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ അറിയാലോ തിരക്കായിരിക്കും. ഒരാള് കൊച്ചിനെ നോക്കണം, ഒരാളെ ട്രൈ ചെയ്യിക്കണം, ഒരാളെ തെക്കോട്ടാണെങ്കിൽ ഒരാള് വടക്കോട്ട്, പിന്നെ ഒരാള് ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ചൂടെടുക്കും സൈക്കും ബർത്ത്ഡേ ബോയ്. പിന്നെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. മൊത്തത്തിൽ ഒരാളെ ഡ്രസ്സൊക്കെ ഊരിട്ട് അവിടെ ഇരുത്തിയേക്കാണ് കാറ്റുള്ളത്. സ്നാക്ക് കഴിച്ചിരിക്കുന്നു ഒരാള്. ആദ്യമേ സൈഗുന്റെ ഷൂസ്, സൈഗുന് ഇങ്ങനെ ഈ ഒരു മോഡൽ ഷൂസ് ഇല്ല, ഓൾറെഡി ഒരു 5 വൈറ്റും ബ്ലാക്ക് വൈറ്റും ബ്ലാക്ക് വൈറ്റും ബ്ലാക്ക്. സൈഗുനൊരു ബ്ലാക്ക് വൈറ്റ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു വൈറ്റും ബ്ലാക്ക്. സിൽവർ ഒരു യെല്ലോ ഡിസ്കോ ടച്ച് ഇല്ല. ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഇതെടുത്ത ഷൂ. ആൻഡ് ദ ബർത്ത്ഡേ മെയിൻ ഡ്രസ് ഡെനിമാണ്, സെറ്റ് ആണത്. ഇത് ഞാൻ സെലക്ട് ചെയ്തത്. ഒരു ഷർട്ട് കുറച്ചുകൂടെ ഫിറ്റ് ആകുമ്പോ അടിപൊളിയായിരിക്കും. ഇങ്ങനെ അതുകൊണ്ട് വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞു ബേബി. ഞാൻ ഇരിക്കട്ടെ 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 വയറുള്ളതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഇരിക്കും. കുഴപ്പമില്ല. അതിന്റെ സെറ്റ് പാൻ. ഈ പാൻസ് വേറെ ടൈപ്പ് ഇടാട്ടോ, ടീഷർട്ടിന്റെ കൂടെ നല്ല ഷേപ്പ്, നല്ല രസമുണ്ട്. ബലൂൺ ഫിറ്റ് പോലെ ബർത്ത്ഡേ ഡ്രസ്. ബർത്ത്ഡേയുടെ ആണ്, പക്ഷെ ഒരു ഡ്രസ്സല്ലേ ഇടാൻ പറ്റുള്ളൂ. ബർത്ത്ഡേ ഡ്രസ് ഇതാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഇടാം. ഒരു ജാക്കറ്റ് സൈസ് തന്നെയല്ലേ എടുത്ത 140. അതിന്റെ വലുതുണ്ടായിരുന്നു, കുറച്ച് ലൂസായിട്ട്. സ്കൂളില് വേണമെന്നാ പറയണം. അങ്ങനെ ക്ലാസ്സില് AC ആയതുകൊണ്ട് ഫുൾ ടൈം വെച്ചിട്ട് ഇരിക്കണം, എന്നിട്ട് അവിടെ തണുപ്പത്. എല്ലാ പിള്ളേരും ജാക്കറ്റ് ഇട്ടുണ്ടോ അതുകൊണ്ട് ഞാനും ജാക്കറ്റ് ഇടാം. കരിയൊക്കെ ആക്കരുതേ, ആവശ്യമാക്കരുത്. ക്ലാസ്സിലിരിക്കുമ്പോ അത്ര ഇട്ടാ മതി, പിന്നെ ബാഗിലെടുത്ത് വെച്ചാൽ മതി. ലഞ്ചൊക്കെ കഴിക്കാൻ പോകുമ്പോ ബാഗിൽ വെച്ചാൽ മതി. നമ്മ കുഴപ്പമില്ല, ഫുഡ് ആക്കണ്ടെന്ന് പറഞ്ഞ. അടുത്ത കാണിക്കും ജാക്കറ്റ് അല്ല ഉണ്ടല്ലേ, വയറൊക്കെ ഒതുങ്ങി നല്ല ഒതുങ്ങി പിള്ളേർക്ക് നല്ല രസമുണ്ടാവും. സൈഡ് കുറച്ച് പഫി ആയിട്ടിരിക്കണം. ഒരു ടീഷർട്ട് നമ്മൾ എക്സ്ട്രാ മേടിച്ചതാണ് ഇങ്ങനെ എക്സ്ട്രാ ടീഷർട്ട് ഇടാൻ വേണ്ടി. സമൂസ മുടക്കി കാണാണ്ടാക്കി. അതന്നെ ഞാൻ പിന്നെ മടക്കിക്കോളാം. ഇതും ജസ്റ്റ് കറക്റ്റ് വന്ന് സമൂസ എന്റെ മടക്കല് ഇങ്ങനെയാണ്. അത് മടക്കി വെക്കലല്ല ഗൈസ്, ചുരുട്ടി വെക്കൽ. ചിലർക്കൊരു എല്ലാവർക്കും ഒരു സിഗ്നേച്ചർ മടക്കൽ ഉണ്ടാവുമല്ലോ. സുനുവിന് ഒരു മടക്കലുണ്ട്. അല്ലല്ല, നൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടല്ലേ മടക്കണം. സുനു എങ്ങനെയായിരുന്നു? അല്ല ഇങ്ങനെ, അത് വേറൊരു നൈറ്റ് ഞാൻ പിന്നെ രണ്ടാമത് എടുത്തിട്ട് ആ മടക്കും ഞാൻ ചെറുതാക്കും. ഇത് വേറെ നല്ലുണ്ട്, നല്ല സുഖമാണ്. സുനു എന്താണ് ചിരിക്കണ്? ഒന്ന് പുഞ്ഞിട്ടിട്ട് പോയി, എന്നെ ചിരിച്ച് പുഞ്ഞിച്ച് പോയി. വൈ നല്ല സുഖമുണ്ടെന്നു സൈഗുനി. നല്ല സ്പേസ്. ഒന്നുകൂടെ മറ്റൊരു കംഫർട്ടായിട്ട് തോന്നിയാ വന്നിട്ട് ഭയങ്കര കംഫർട്ട് ഇതാണ് അവന്. ഈ പാൻസ് നല്ല സുഖമുണ്ട്, നല്ല സുഖം. ഒരു മൂവിക്കൊക്കെ പോകുമ്പോ ഏത് നിനക്ക് ഉണ്ടായിരുന്നില്ലേ മൂവിക്കൊക്കെ പോകുമ്പോ ആ പാൻസ്? അത് വേറെ മെറ്റീരിയൽ, ഇത് ജോഗേഴ്സിന്റെ ഒരു മെറ്റീരിയൽ.
ഇതൊരു ജോബേഴ്സ് job മെറ്റീരിയൽ type. അണിയിട്ടിട്ടും കൊള്ളായിരുന്നു. മറ്റേ ലെങ്ത് ഇല്ലടി നമുക്ക് നമ്മളെ use ഈ ചെയ്യാം. track നമുക്ക് ഇപ്പൊ കറക്റ്റ് ആണ്. ഇത് ലെങ്ത് ആണോ? ഇത് പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല. Length. ആ ഷോർട്സ് 3/4 Socks ഇട്ടിട്ട് styling ഇല്ല. സ്റ്റൈലിയ. പോയടാ കുറച്ച് കഴിഞ്ഞാൽ നിന്റെ ഡ്രസ് എനിക്കൊന്ന് ഇരിക്കാം. ഇത് കൊള്ളാം. സൈമനൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്റെ കളർ ചേഞ്ച് ആക്ച്വലി പക്ഷെ ഇല്ലായിരുന്നു. വേറൊരു മോഡലൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ ഒരു സ്ട്രൈപ്പ് ഉണ്ട്. പക്ഷെ ചൈനന്ന് വരുമ്പോ കൊണ്ടുവരാതെ കേട്ടിട്ടുണ്ട് മോഡൽസ് എല്ലാം അല്ല. പക്ഷേ എങ്ങോട്ട് പോയി? അവിടെ എന്റെ ബാദുഷ അടിച്ചു മാറ്റുന്നുണ്ട്. ബാദുഷ Babe, where are you? എന്റെ ബാദുഷ അടിച്ചു മാറ്റുന്നത്. Hey, you told you don't want sweets. So, എന്റെ ബേബി സ്പെഷ്യൽ ആയിട്ട് മേടിച്ചു കൊടുത്തത്. ഇത് ഇപ്പൊ സ്കൂളിൽ പോകുന്നു. How's it? Okay. സ്വീറ്റ് Unusual. എന്ത് baby? Okay. ബേബി എന്ന് പറയുമ്പോ അപ്പൊ അടുത്ത കാലത്തൊക്കെ നോക്കിട്ട് ബേബി എന്ത് ബേബി അതാ ഞാൻ പറഞ്ഞ അവര് വിചാരിക്കണ്ട എന്റെ അടുത്ത് കൊഞ്ചരെന്ന് വിചാരിക്കും. അതാ ഞാൻ പറഞ്ഞ എന്റെ ടേസ്റ്റ്. കെട്ടിയോണല്ലേ? കെട്ടിയോന്റെ അടുത്ത് കൊഞ്ചാൻ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ ജായ്ഗുന്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങും കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്നൊരു സ്ക്വിഡ് റോസ്റ്റ് വെക്കാന്ന് വിചാരിച്ചു. പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ട് വന്ന് സ്റ്റാർട്ട് പ്രിപ്പയറിങ് ലഞ്ച്. ആവി ഇരിക്കുന്നതിന്റെ സ്കൂളിൽ നമ്മളിപ്പോ സ്കൂളിൽ വിട്ട് വരുമ്പോ തന്നെ ഫിഷോ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും. ആൻഡ് വിൽ കുക്ക് ഫോർ ആഫ്റ്റർനൂൺ. ഞാൻ ഇന്ന് സ്ക്വിഡ് റോസ്റ്റ് വെക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാമല്ലോ സ്ക്വിഡ് റോസ്റ്റ്. ഐ തിങ്ക് ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് സ്ക്വിഡ് റെസിപ്പി ഉണ്ടാക്കുന്നത്. ഐ ഡോണ്ട് റിമെമ്പർ റിയലി. ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതിന് മുമ്പ്, പക്ഷെ എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് എന്തോലും അടിപൊളിയായി വരട്ടെ. സ്ക്വിഡ് റോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും ഞാൻ പറയില്ല എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിന് ശേഷം സാലഡ്സ്, ജിഞ്ചർ, ഗാർലിക് എല്ലാം പ്യുവർ അല്ല, എന്താ പറയുക, ഒറിജിനൽ വന്നത്. ജിഞ്ചർ പേസ്റ്റ് ഒന്നുമല്ല, എല്ലാം ചതിച്ചു ഇട്ട്. ഓക്കെ, സോ ഐ ജസ്റ്റ് ഷോ ഹൗ ഐ എം ഗോണ പ്രിപ്പയർ ദിസ് ബിഗിനേഴ്സിന് വേണ്ടി. എന്റെ മുഖം കാണിക്കാത്തത് എന്നൊന്ന് പറഞ്ഞ് കാണിക്കേണ്ട ആവശ്യമല്ലേ, അതുകൊണ്ട് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇവിടെ ലൈറ്റ് ഇല്ല, കറണ്ട് പോയിരിക്കുക. ഈ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ I'm not showing my face. I'll just show this recipe. If you want, you can try at home. ഇതില് ജിഞ്ചർ, ഗാർലിക്, കറി ലീവ്സ്, ഗ്രീൻ ചില്ലി ഉള്ളൂ. അനിയൻസ് ഇവിടെ ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല, കുറച്ചിട്ടാണ്. പിന്നെ നമ്മൾ കിളിമീനും ഇട്ടിട്ടുണ്ട്, അത് കുറച്ച് കറിയും ഫ്രൈ വെക്കാനുള്ളത്. സോ ഓൾ സെറ്റ് ഫോർ ലഞ്ച്. അപ്പോൾ സുന്ദരമായ കുഞ്ഞു കൈകൾക്കാണ് മുനികൾക്ക് മനസ്സിലാവും ആരെ കൈകാണ്. കുഞ്ഞു കൈകൾ, ഒരു കുഞ്ഞു കുട്ടിയുടെ കുഞ്ഞു പത്തികൾ, കുഞ്ഞ പത്തി. So I was cleaning this. ക്ലീനിങ് പറയാനാ പറഞ്ഞത്, പക്ഷെ അവിടെ ക്ലീനിങ് ജസ്റ്റ് വെട്ടുന്നതാണ് അല്ലെ? സോറി, ജസ്റ്റ് തൊലി പൊളിച്ച് കളയൽ. അപ്പൊ ശുദ്ധ മാത്രമല്ല, നമുക്ക് കിളിമീനും ഉണ്ട്. നമ്മൾ തിന്നുമ്പോ ഇതിന് തലക തിന്നൂലല്ലോ. ഞാൻ ഇത്ര വെട്ടിയെടുക്കണം, പക്ഷെ എവിടെയോ കണ്ട പോലെ നമ്മള് പുറത്ത് വിയറ്റ്നാം, തായ്ലാൻഡിലൊക്കെ അത് ഇടും. അങ്ങനെ ഈ തലയപ്പടി ഇടുപോലെ നമ്മ ഇവിടെ വെച്ച് വെട്ടിക്കളയും. കണ്ണൊന്നും വേണ്ട ഞങ്ങൾക്ക്, അത് മാത്രം മതി. അപ്പോ ആദ്യം ചെയ്ത കാര്യം എന്താണ്? ബോട്ടൽ നമ്മുടെ മുഖമില്ല രണ്ടുപേരെ വിഷ്വൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഓവർ. അപ്പൊ ചോറിന്റെ ആ കഷ്ടപ്പാട് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി കിളിമീൻ കറി വെക്കാൻ തോന്നുന്ന വെയിറ്റാക്കണ്ട, അതും ഞാൻ തന്നെ സൈഡ് വെക്കാന്ന് വിചാരിച്ചു. ഇത് വിടാ, പിന്നെ വെന്തുണ്ടാവോ?
ഓ അതൊക്കെ ഇടല്ലോ കേട്ടാ. അതൊക്കെ ഇടല്ലോ കേട്ടാ. വേണ്ട ഇടല്ലേ, വേറെ എന്താ ഫുഡ് മാത്രം ഇട്ടാ മതി. എനിക്കായിരിക്കും അവർക്ക് ഇട്ടാൻ പോണം. ഇത് സ്ക്വിഡിന്റെ കുഞ്ഞു മുട്ടയാണോ, അതിന്റെ കുഞ്ഞുങ്ങളാണോ, വയറ്റിന്ന് കിട്ടിയത്? അങ്ങനെ തന്നെ ഇരുന്ന അത് ജെല്ലി പോലെ അല്ലേ, ചിലപ്പോ അതിന്റെ കുഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ആൾക്കാരുടെ വ്യൂവേഴ്സോട് പ്രഗ്നന്റ് വുമൻസ് ഒക്കെ. അപ്പൊ ഇത് കിളിമീൻസ് കറിക്കുള്ളതാണ്. സൈഡ് ബൈ സൈഡ് രണ്ടും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇത് നമ്മുടെ റോസ്റ്റിനുള്ളത് നല്ല മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലിപ്പോ പൗഡേഴ്സ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഫിഷ് മസാല ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫിഷ് കറിയാണ് ഇപ്പോഴത്തെ തളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് റോസ്റ്റിനുള്ള മസാല ഒക്കെ റെഡിയാണ്. ടൊമാറ്റോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സ്ക്വിഡ് വേവിക്കാൻ വെച്ച് ഓഫാക്കി 2 വിസിലായി. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിൽ മിക്സ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ കറി തിളക്കട്ടെ. അപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈക്കുള്ള മസാല ചെയ്തിട്ട് തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. 1 by 1 ആണ് ഞാനിങ്ങനെ എടുത്ത് ചെയ്യാറ്, ഒന്നിച്ച് ചെയ്യാറില്ല. പിന്നെ വ്ളോഗ് കാണുന്ന ആൾക്കാർ ആയിരിക്കും. ഇവിടെ കറണ്ട് ആണെങ്കിൽ പോയി വന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. എന്തോ പണി നടക്കണമെന്നോ. ഇപ്പൊ കുറച്ച് ദിവസമായി ഇവിടെ കറണ്ടിന്റെ പ്രോബ്ലം. എന്തോ വർക്ക് നടക്കണോണ്ടിട്ട് അങ്ങനെ കറണ്ട് ഉണ്ടാവാറില്ല. ഇൻവെർട്ടർ ഉണ്ട്, പക്ഷെ ഇറ്റ് ഹാസ് ദ ലിമിറ്റേഷൻസ്, റൈറ്റ്? എല്ലാം വർക്ക് ആവൂല. സോ ഇതും ഇനി കംപ്ലീറ്റ് ചെയ്താൽ ഇന്നത്തെ ലഞ്ച് റെഡി. ആൻഡ് ഐ ഹാവ് പ്രിപ്പയർഡ് സം സാലഡ്. കുറച്ച് ബാക്കി വന്ന ടൊമാറ്റോ, onions ഒക്കെ ഇട്ടിട്ട് കുക്കുംബറൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി വെച്ചു. So it's more than enough for lunch. So finally the curry is ready and the roast is ready. Let's see. But I'm out of soda in the breakfast today. roll and ചോറ് തിളച്ചിട്ടില്ല, തിളക്കാൻ പോകുന്നു. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഗൈസ്, അങ്ങനെ ഉച്ചത്തെ കറി വെക്കൽ എല്ലാം കഴിഞ്ഞപ്പോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ആൻഡ് ടുഡേ വി ഹാവ് ചപ്പാത്തി റോൾ. എഗ് ബുർജി ഉള്ളിൽ വെച്ചിട്ടുള്ളൊരു റോളാണ്. അപ്പോൾ ലെറ്റ് മീ ടേസ്റ്റ്. ഗുഡ്. ഇത് ഞാൻ യൂഷ്വലി കഴിക്കാറില്ല. സോനു പിള്ളേർക്ക് ടിഫിനൊക്കെ കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, റോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കേൾക്കാറുണ്ട്, കഴിച്ചിട്ടില്ല. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ. നല്ല പണി കഴിഞ്ഞപ്പോൾ വിശക്കണം. അപ്പോൾ ഇരിക്കട്ടെ. ഇത് എഗ് ബുർജി ചെയ്തിട്ട് കുറച്ച് സോസ്, അനിയൻ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പൗഡേഴ്സ് ഒക്കെ ഇട്ടിട്ട്, സോസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. റെസിപ്പി വേണമെങ്കിൽ ഞാൻ സ്വന്തം അടുത്ത് ചോദിക്കാം. നല്ല മഴ പുറത്ത്, നല്ല മഴ ഇൻ ദ സെൻസ് നല്ല മഴ പെയ്ത എന്താ പറയുക, കഴിഞ്ഞിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കുറച്ച് മഴയാണ് വീണോണ്ടിരിക്കുന്നത്. ബട്ട് അറ്റ്മോസ്ഫിയർ ഇസ് ഗുഡ്. വെതർ നല്ല വെതറാണ്. ഐ ഹോപ്പ് കിഡ്സും സ്കൂളിൽ എൻജോയ് ചെയ്യുമായിരിക്കും. പുറത്ത് ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റൂല, ദാറ്റ്സ് ദ അതർ തിങ്. പക്ഷെ ഈ ഒരു വെതറിൽ ക്ലാസ് റൂമിലിരിക്കാൻ ഭയങ്കര രസമല്ലേ. എനിക്ക് അങ്ങനെ ആയിരുന്നു പണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ദ ടേസ്റ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ആക്ച്വലി. എന്ത് മീൻ കറി, സ്ക്വിഡ് റോസ്റ്റ്, മീൻ ഫ്രൈ, സാലഡ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കോ? 4 ഐറ്റമാണ് തിന്നാൻ ഉണ്ടാക്കി വെച്ചേക്കടാ ഞാൻ. അതൊക്കെ ബേബി ഉണ്ടാക്കുന്ന വിളിച്ച ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കിച്ചണിലായിരുന്നു. നടുവേദന എടുത്തിട്ട് വയ്യ കഴിച്ചു. 1.5 മണിക്കൂർ കിച്ചണിൽ കയറി ഇരിക്കണത്. എന്നിട്ട് ഉഡായിപ്പ് വന്നു. ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നു.
സോനു സോനു ഉണ്ടാക്കിയ ഐറ്റം ഒക്കെ അപ്പുറത്തെ വീട്ടിൽ കൊടുത്തോ? ഉടായിപ്പൊന്ന് വിളിച്ചില്ല എന്നെ. 4 ഐറ്റമാണ് കെട്ടിയോന് തിന്നാൻ വേണ്ടിട്ട് 1.5 മണിക്കൂർ അവിടെ ഉണ്ടാക്കി വെച്ച. എന്നിട്ട് ഉടായിപ്പ് തന്നെ വന്നിട്ട് നടുവേദന എടുക്കണ്ട എനിക്ക്. ഞാൻ സോണിന്റെ അടുത്ത് പറയാനായിരുന്നു കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ. ഉണ്ടാക്കിയതൊക്കെ കൊടുത്തോ? ഞാൻ വർക്കൗട്ട് ചെയ്തില്ല എന്ന്. ഉണ്ടാക്കിയതൊക്കെ കൊടുത്തോന്ന് അപ്പുറത്തെ വീട്ടിലോട്ട്. കാണോ ഇല്ല ലൈറ്റ് ഇട്. ഞാൻ വ്ലോഗ് ചെയ്തോണ്ടിരിക്കണ ഇവിടെ. എന്താ ബുദ്ധി? മതി മതി മതി. ഇല്ല കറണ്ട് പോയി വന്നോണ്ടിരിക്കണത്. ഇത് കൊള്ളാട്ടോ സാധനം. അതാണ് പൂർത്തിയാക്കിയിട്ട് എല്ലാം ഇട്ട് മുളക് പൊടി, ഇച്ചിരി ഗരം മസാല, പെപ്പർ. അപ്പൊ ഇത് ഞാൻ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം കഴിക്കണേ. ഇടയ്ക്ക് പിള്ളേർക്ക് ഓർഗാനോ ഇപ്പൊ തന്നെ കൊള്ളാം. പിന്നെ മറ്റേ പിസ്സ പാസ്ത സോസ് ഇച്ചിരി. That's all you want. Okay, go ahead. എന്റെ മീ ടൈം എന്താ അറിയോ ഇപ്പൊ? ഫോറിനേഴ്സിന്റെ ഈ സ്ലോ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടാവൂലേ, നല്ല എസ്തറ്റിക്സ് ആയിട്ടുള്ളത്. അതിരുന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ കഴിക്കണം എനിക്കിഷ്ടമാണ്. കഴിക്കുമ്പോൾ മാത്രമല്ല, എനിക്ക് ഇച്ചിരി ടൈം കിട്ടുമ്പോൾ ഞാൻ അതാ കാണുന്നത്. ഐ ലവ് ടു വാച്ച് അറ്റ് വീഡിയോ. നല്ല എസ്തറ്റിക്സ് ആയിട്ട് കുക്ക് ചെയ്യും ചില ആൾക്കാർ. നല്ല റെസിപ്പീസ്, സ്പാനിഷ് റെസിപ്പീസ് ഒക്കെ അടിപൊളി. അത് കാണാൻ എനിക്കിഷ്ടം. ഭയങ്കര കാമാണ്. അതിൽ ടോക്ക് ഉണ്ടാവൂല. മ്യൂസിക് ഭയങ്കര മൈൽഡ് ആയിട്ടായിരിക്കും അവരെണ്ണം. അവിടെ മ്യൂസിക് ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട ഒരാൾ മൈൽഡ് എന്ന് പറയും. അസൂയെന്നോ ഞാൻ ബ്ലോഗ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. ബേബി ഇന്ന് ഫുൾ വിഷമത്തിലായിരുന്നു. ഇന്നലത്തെ അർജന്റീന ഈജിപ്റ്റ് കളിയില് ഈജിപ്റ്റ് തോറ്റതിന്റെ സങ്കടം ബേബിക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കട്ടെ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈജിപ്റ്റ് തോറ്റതുണ്ടല്ല, ദ ഗെയിം വാസ് നോട്ട് ഫെയർ. അതുകൊണ്ടാണ് വെരി അൺഫെയർ. അത് കണ്ണ് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അർജന്റീനയിൽ ഒരു എക്സ്ട്രാ പ്ലെയർ ഉണ്ടായിരുന്നു. റെഫറിനെ പറയുന്നത് വെരി ഫേവറബിൾ ആയിരുന്നു അങ്ങോട്ട്. വോട്ടെവർ, അതൊക്കെ അവരെ തീരുമാനം. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ അടുത്ത ഹാലൻഡ് കളിക്കുവാന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. ബാക്കിയുള്ളവർ പോയി ഗേസ്. ഇനി കുറച്ച് കഴിയുമ്പോൾ എബിനെ വിളിക്കാൻ സമയമാവും. അവനെ വിളിക്കും, പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിക്കും. അവന് ഫുഡ് കൊടുക്കും, ലഞ്ച് കൊടുക്കും. ബിക്കോസ് ഹീ ഈസ് നോട്ട് ഈറ്റിംഗ് എനിത്തിങ് ഇൻ ദ സ്കൂൾ. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ് അവിടെ, ലഞ്ച് ഉണ്ട്, നല്ല മെനു ആണ്. ഡെയിലി നമുക്ക് മെനു വരാറുണ്ട്. പക്ഷെ ഹീ ഈസ് നോട്ട് ഈവൻ ടച്ചിങ് എനിത്തിങ്. അവിടുത്തെ ചേച്ചിമാർ പറയും ഹീ ജസ്റ്റ് ഈ പപ്പടം ഉണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് പോയിട്ട് എടുക്കും. ബാക്കി ഒന്നും അവൻ തൊടാറില്ല. ഐ ഹോപ്പ് ഇനി വരുന്ന വർഷങ്ങളിൽ കഴിക്കുമായിരിക്കും. ഒരാളെന്ത് കഴിക്കാൻ പകുതി കേട്ടിട്ടൊക്കെ വരണേ. എബുന്റെ കാര്യം പറയണായിരുന്നു. വരുന്ന വർഷങ്ങളിൽ അവൻ സ്കൂളിൽ കഴിക്കുമായിരിക്കും ചിലപ്പോ. I don't think so. ഇന്നലെ സൈക്കിൾ കഴിക്കാൻ പോകുമ്പോ ഇവൻ ഉണ്ടായിരുന്നു. എല്ലാ പിള്ളേരും നല്ലോണം കഴിക്കണ്ടായിരുന്നത്. ഇവൻ മാത്രം അവിടെ ഡാൻസ് കളിക്കണുണ്ടായിരുന്നു. ജൈവ ഞാൻ മാത്രം അവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കും. ബാക്കി പിള്ളേരൊക്കെ അവിടെ ഫുഡും കഴിച്ചോണ്ടിരിക്കണായിരുന്നു. ഡോറും തുറന്നിട്ട് നല്ല രസമുണ്ട്. സോനന്റെ റോളും കൊള്ളാൻ എനിക്ക് ഇഷ്ടമായി. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് എബുനെ വിളിക്കാൻ ടൈം ആയിട്ടുണ്ട്. സോ ബോത്ത് ആർ ഗോയിങ്. ഡ്രോപ്പ് ആക്കാൻ ഞാനും സോനും ബേബി 3 പേരും പോവും. പിക്കാക്കാൻ ഞാനും ബേബിയാണ്. ചില ടൈമിൽ സോൺ വരാറുണ്ട്, ചില ടൈമിൽ നമ്മൾ 2 പേര് മാത്രം പോണേ. അങ്ങനെ ഐ ടോൾഡ് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ടോൾഡ് യു റൈറ്റ്. അപ്പോൾ ഈയിടെ ആയിട്ട് ഫുൾ എൻ്റെ കോസ്റ്റ്യൂം കെട്ടിക്കൊണ്ടാണ്. അപ്പോൾ ഞാനും ബേബി ഒന്നാണ് മനസ്സുകൊണ്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ബേബി ഞാൻ കുളിച്ച് ഫ്രഷ് റെഡി ആയിട്ട് വരുമ്പോൾ
ടോപ്പ് ടു ബോട്ടം ഒന്ന് നോക്കും എന്തൊക്കെയാണ് എന്റെ ഇട്ടിട്ടുള്ള പാന്റ് ഞാൻ പാന്റ് ഒക്കെ ഞാൻ നോക്കണോ ടീഷർട്ട് എന്റെ ഇട്ടിടുന്നുണ്ട് പാന്റ് ഇട്ടിട്ടുണ്ടോ ഇനി അകത്തൊക്കെ എല്ലാം എന്റെ ആറായിട്ട് ഡൗട്ട് ഇവിടെ ഫുള്ള് ബസ് പാർക്ക് ചെയ്തോണ്ടേ ഇവിടെ നിർത്ത് ബേബി അംബ്രല്ല എടുത്തിട്ടില്ല ഞാൻ പോയി വിളിച്ചിട്ട് വരാം. സോ ഗൈസ് എബുനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു. ഐ സ്റ്റാർട്ടഡ് ഫ്രൈങ് ദ ഫിഷ് ബിക്കോസ് ലഞ്ച് കഴിക്കാൻ ടൈമായി. ബേബിന് ലഞ്ച് കൊടുത്തിട്ട് എബ്രുന് ലഞ്ച് കൊടുത്തിട്ട് വേണം കഴിക്കാൻ എനിക്ക്. അപ്പോൾ എല്ലാ ബാക്കി കറിയൊക്കെ റെഡിയാണ്. ഇനി ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്താൽ ലഞ്ച് കഴിക്കാം. So it's a fresh another days. എബുനെ നമ്മൾ പിക്ക് ചെയ്യാൻ പോയി and എബു got a new ID card. You got it? What's your name? cool. Ah, that's a cool. Cool എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ പറയാം. That's a cool. That's a school. Ebron school. What's your school name? Ebon cool. What is the name of your school? Ebon cool. No. Cochin International Cool. School. മൂക്കിലുണ്ടാവില്ല. അത് അവന്റെ സ്കിൻ ഡ്രൈ തുടച്ചിട്ട്. Are you happy? Yes. What did you do today in school? Did you play? Kochi International. Oh, Cochin International School. Did you play? What's your teacher name? Pre-moments. Primovic. Okay, good boy. So let's go to BB house, okay? Okay. Are you happy? Yes. Good boy. You become a good boy. Very soon you become a good boy, going to the school without crying, and you're happy in the school. Did you miss Mama? Yes. Yeah. What did you say then? Strong message. Strong Messi. Strong Messi ഒക്കെ ഔട്ട് ആവും. Okay then, let's go home. So guys, നമ്മൾ അങ്ങനെ എബുന്റെ ഹെയർ കട്ട് ഒക്കെ ചെയ്തു. എബു looks good, handsome boy. Open it up. And Mama got him this candy, and we have this candy. Now Ebru is going to open it. I need to open them. This one first. Open them. Okay. Anipa candies ഒക്കെ കൊടുക്കാതെ കുറച്ച് ദിവസമായി because he's not well. അപ്പൊ ഇന്ന് എന്തായാലും കൊടുക്കാന്ന് വിചാരിച്ചു. Let's open it. Yes. അപ്പൊ ഇപ്പൊ സൈഗുണ്ട് ഹെയർ കട്ട് ചെയ്യാൻ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബേബിക്ക് ഹെയർ കട്ട് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പോസ്റ്റ് ആയിരിക്കും. ഇവിടെ എത്ര പോസ്റ്റ് ആയാലും കുഴപ്പമില്ല. തൊട്ടപ്പുറത്ത് ഒരു ബേക്കറി ഉള്ളത് കൊണ്ട്. പപ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ചൂടായിരുന്നാ? ചൂടാ? I need to open them. I need to open them. ഓക്കെ. ഞാൻ കഴിച്ചില്ലായിരുന്നു. ഞാൻ ആദ്യം കയറിയതുകൊണ്ട് ഫോണും സൈഗു കഴിച്ച്. What is this? ഇഷ്ടമല്ല ഇങ്ങനത്തെ സാധനങ്ങളോ. Give me. No. You little to eat me. Kimmy loves it. Give Kimmy loves that candy and something. We do. Marshmallow? maybe. I don't like such things. I love marshmallow. Give to me. One bite. One I'll bite. bite. You don't love me? Is it good? Yes. You love it? Yes. Okay. Guys, അപ്പോൾ മിക്കവാറും നാളെ ബേബി ദുബായ് പോവും. ഇനി ദുബായിൽ നിന്ന് ആയിരിക്കും ചൈന പോണത്. അപ്പോൾ ഇനി നമ്മൾ മാത്രമായിരിക്കും ഗൈസ് 1-2 മാസം വീട്ടില്. സോ അതിനു മുമ്പ് ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് പിള്ളേരെ ബേബിയുടെ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് എൻ്റെ മേത്തൊക്കെ മുടിയാണ് കണ്ടില്ലേ നിങ്ങൾ. ഇവൻ എന്നെ മേത്തിരുത്തിട്ടാണ് ഹെയർ കട്ട് ചെയ്യണത്. അതും സമ്മതിച്ചില്ല ഇന്നിവൻ. പിന്നെ ഞാൻ ഫോണൊക്കെ വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ആക്കി. ഇന്നവന് വേണ്ടെന്നാ പറയണേ. ഇല്ല ബേബി പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വെട്ടിയാ മതി. ഇതിനാ 2 മാസം കഴിയും. അപ്പൊ വളർന്ന പ്രാന്തന്മാരെ പോലെ ആയിട്ടുണ്ടാവും പിള്ളേർ. ഇവനെ പിന്നെ ഇതില്ല, ഗ്രോത്ത് ഇല്ല. ജൈവം പെട്ടെന്ന് വളരും. വേഗം ഫുൾ കാടായിട്ടുണ്ടാവും മുഖം. അപ്പോ ഐ തിങ്ക്
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രാമത്തെ ദിവസത്തെ ഒരു 4-5 ദിവസം ഉണ്ടാവും ഒരാഴ്ച വീഡിയോയാണ്. അല്ല അപ്പൊ ബിക്കോസ് എനിക്ക് ടൈം കിട്ടാറില്ല വ്ളോഗ് ഒന്നും ചെയ്യാൻ. ഓ നൈസ്. അതുകൊണ്ട് കിട്ടുന്ന സമയത്തിൽ ഞാൻ ഇച്ചിരി ഇച്ചിരി ക്ലിപ്പിംഗ്സ് എടുത്തിട്ട് നിങ്ങളെ ലൈഫ് അപ്ഡേറ്റ്സ് തരാനാണ് നിങ്ങൾക്ക്. അന്നത്തെ തന്നെ ഇന്ന് ലാസ്റ്റ്. ഇന്ന് ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യും. പക്ഷെ അപ്പുറത്തോട്ട് ചീസ് പഫ് പഠിച്ചു ഞാൻ വിചാരിച്ച എന്തെങ്കിലും സ്നാക്ക് മേടിക്കണോ. ജിയ തിന്നു ജിയ. കള്ള മോനി തന്നെ വിചാരം. സെയിം ആണ് എല്ലാം എല്ലാവരും. തീറ്റ അല്ല ഞങ്ങൾ പൈസസ് എല്ലാരും അങ്ങനെയാണ്. എബു you love marshmallow? Yeah, me too. Me too. Me too. Love marshmallow. Wow, that's real. 1 bite to Imi. Give 1 bite to Imi. You love No. No. Imi Every- sad. No. It loves you. Ebu loves you. പക്ഷെ തരൂല. തരൂല. Ebu loves you. പക്ഷെ ഫുഡ് മാത്രം ചോദിക്കുന്നത്. No, Sherry. You don't like to share your food? But you have to share your food, baby. I don't know. Imi loves Ebu, no? So that's why you have to share your food. Share the food. Please. 1 Sharing bite. is caring. Only 1 bite, baby. Sharing No. is caring. No. No. Me sad, baby. No. No. Cherry, Kerry. No sharing, caring. No sharing caring. അപ്പോ എബും പക്ഷെ ജൈഗും ബേബിയും ഹെയർ കട്ടാക്കി വരട്ടെ. അടുത്ത എങ്ങോട്ട് പോണെന്ന് നോക്കാം. സോ ഗൈസ് ഫൈനലി വി റീച്ച്ഡ് ഹോം അറ്റ് 10:30 നൈറ്റ്. 10:30 എത്തിയത്. വെരി ടയർഡ്. എനിക്ക് മാംഗ്ലൂരിലോട്ട് ട്രാവൽ ചെയ്തൊരു സെയിം ഫീലിംഗ്. അസിഡിറ്റി ആയി, ബാക്ക് പെയിൻ എടുക്കുന്നുണ്ട്. നോട്ട് ഗുഡ്. എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. വി ഈറ്റ് ഗുഡ് ഫുഡ്, നല്ല എനർജറ്റിക് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. ഇന്ന് വെരി ടയേർഡ്. ഇതുവരെ കഴിച്ചിട്ടില്ല ബിക്കോസ് വയറ്റിൽ എന്തോ ഫുഡ് ഇരിക്കണ പോലെ ഒരു ഫീൽ. ഭയങ്കര അസിഡിറ്റി പോലെ എന്തോ പോലെയൊക്കെ ആവാണ്ട്. ഗ്യാസായി, അപ്പോൾ ബ്ലോട്ടിങ് ആയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. യൂഷ്വലി ഈ ഇടയായിട്ട് ഇത്ര ലേറ്റ് ഫുഡ് കഴിക്കാറില്ല ഞാൻ. ബട്ട് സ്റ്റിൽ ബേബി പാക്കിങ് ചെയ്യാണ്ട് ബിക്കോസ് ഹീസ് ലിവിങ് ടുമോറോ. അപ്പോൾ അതിൻ്റെതായ തിരക്കിലാണ്. പിള്ളേരൊക്കെ ഉറങ്ങി. എബുവ ഉറങ്ങി, ജൈഗു സോനു ഉറങ്ങി. സോനു ഐ തിങ്ക് ഷീസ് ടേക്കിംഗ് ഷവർ. സോ എൻ്റെ ഈ ഒരാഴ്ച ആയോ എന്ന് അറിഞ്ഞൂടാ. ഐ റിയലി ഡോണ്ട് നോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പലപ്പോഴും ടൈം കിട്ടാറില്ല ഈ ഇടയായിട്ട്. ദാറ്റ്സ് ദ റീസൺ. എനിവേ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് വ്ളോഗ് ഹിയർ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് എപ്പോഴാന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. നാളെ മുതൽ ബേബിയും ഇല്ല. ബേബി ഉള്ളപ്പം വി വാച്ച് ദ മാച്ച് ടുഗെദർ. ഫുട്ബോൾ മാച്ച് നമ്മൾ ഒന്നിച്ച് കാണും. ആൻഡ് ഇറ്റ് വാസ് ഫൺ. ഐ എം ഗോണ മിസ് ഹിം റിയലി. അപ്പോൾ നാളെ മുതൽ സ്കെഡ്യൂൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. വി യൂസ് ടു വർക്ക് ഔട്ട് ഡെയിലി. എബുനെ സ്കൂളാക്കി വന്നിട്ട് വി യൂസ് ടു വർക്ക് ഔട്ട് ടുഗെദർ, വി യൂസ് ടു ഈറ്റ് ടുഗെദർ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ എം ഗോണ മിസ് ഓൾ ദോസ് തിങ്സ്. എനി ഹൗ പോയേ പറ്റുള്ളൂ. Lots of customers are waiting. That's why. But that's it. I hope you enjoyed this small glimpse of the days. Light change ചെയ്യോടെ എടുക്ക്. TV on ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇരിക്കും. Scary. Yeah, I hope you enjoyed this. So we'll see you all tomorrow. Bye.